നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ യാത്രാ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു വ്യത്യസ്തങ്ങളായ ഒരു അറിവാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒരു നന്മ നിറഞ്ഞ ഒരറിവ്. ഈ ചാനലിലൂടെ ജ്യോതിഷം, വാസ്തുശാസ്ത്രം ഒക്കെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. തത്വചിന്താപരമായ ചില കാര്യങ്ങളും വർത്തമാനങ്ങളും പറയും. ഇത്തവണ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, ഈ ജീവിതയാത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരറിവ്, ഞാൻ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ. വായനയിലും ട്രാവലിങ്ങിലും ഒത്തിരി കമ്പം ഉണ്ട് എന്നർത്ഥം. നമ്മൾ ജോലി ചെയ്യുന്നു, ജീവിക്കാൻ വേണ്ടി ഉപജീവനത്തിലായി ജോലി ചെയ്യുന്നു, കുടുംബത്തെ പോറ്റുന്നു. ഇതിലേക്ക് വേണ്ടി ഒട്ടനവധി ക്ലേശങ്ങൾ സഹിക്കുന്നതിനുമപ്പുറം നമ്മുടെ സന്തോഷങ്ങൾക്കായി നമ്മുടെ ഇഷ്ടമുള്ള പ്രവർത്തന മേഖലകളിൽ നമ്മൾ ഇടപെടുക എന്നുള്ളതും ഒരു ജീവിതത്തിലെ അത്യാവശ്യ കാര്യമാണ്. അവനവൻ്റെ സന്തോഷം അവനവൻ തന്നെ നോക്കണം, മറ്റുള്ളവരല്ല. അപ്പോൾ എൻ്റെ യാത്രകൾ അധികവും 10 പൈസ ചിലവില്ലാത്തതായിരിക്കും. കാരണം ഞാൻ ഭൗതിക ജീവിത സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന, പർച്ചേസിങ് അങ്ങനെ യാത്ര ചെയ്യുന്ന ആളല്ല. ഞാൻ ജീവിതാനുഭവങ്ങളിലേക്കും വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളിലേക്കും ആത്മീയമായ ഒരു ആനന്ദം അല്ലെങ്കിൽ അറിവിൻ്റെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാരോട് കൂടിയിട്ടുള്ള ഒരു രാത്രിയിലെ കടൽ യാത്ര, അവരുമായി ഭാഗവാക്കാകുക എന്നുള്ളതുപോലെ ചിലപ്പോഴൊക്കെ ഞാൻ ഒരു 10-15 ദിവസം വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഫോണിന് റേഞ്ച് കിട്ടാത്ത ഏരിയയിലായിരിക്കും ഞാൻ പോകുന്നത്. ഫോൺ ബന്ധമൊന്നും പറ്റില്ല. ഇന്ന ഏരിയയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് മാത്രമേ അവർക്കും അറിയാൻ പറ്റൂ. അത് നമ്മൾ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ചില ആളുകൾ, ആദിവാസി സമൂഹം എന്നൊക്കെ പറയും. അവരുടെ ഊരുകളിലേക്ക് ഞാൻ പോകാറുണ്ട്. അത് ചില വ്യത്യസ്തങ്ങളായ അത്ഭുതകരങ്ങളായ അറിവുള്ള ചില രസക്കൂട്ടുകൾ, മരുന്നിൻ്റെ രസക്കൂട്ടുകളൊക്കെ ഉള്ള അവരുടെ അടുക്കൽ നിന്നും അതിൻ്റെ സൂത്രവിദ്യ ഒന്ന് പഠിച്ചെടുക്കാൻ. അങ്ങനെ ചുമ്മാ ചെന്നാൽ അവർ പഠിപ്പിച്ചു തരികയൊന്നുമില്ല. അവരുടെ കൂട്ടത്ത് താമസിക്കണം. ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ അവരുടെ ആ മരുന്ന് ചെടി വളർത്തുന്ന കൃഷിത്തോട്ടങ്ങളിൽ വരെ നമ്മൾ പങ്കാളിയാകും. കുറച്ചു കാലം മുമ്പ്, വലിയ കുറച്ചു കാലമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു യാത്ര, ഇതുപോലെ ഒരു 15 ദിവസത്തോളം നിൽക്കുന്ന ഒരു യാത്ര, ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ആദിവാസി മേഖലകളിൽ ഒരിടത്ത് ഒരു പ്രശസ്തനായ ഒരു വൈദ്യർ ഉണ്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകാൻ കാരണം, എനിക്ക് ബ്ലഡ് പ്രഷർ, അമിതമായ രക്തസമ്മർദ്ദം, അത് നമ്മുടെ അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് കൂടുകയും കുറഞ്ഞത് എന്നും ഗുളിക കഴിക്കണം, ഇത് ശരിയാകുന്നില്ല, അത് നിയന്ത്രണ വിധേയമാകുന്നില്ല. ആകാത്തതിൻ്റെ കാരണം ഉറക്കക്കുറവാണ്. ഉറക്കം വളരെയേറെ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഈ പ്രഷർ. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോവുകയും, അപ്പോൾ അദ്ദേഹം മരുന്ന് തരുന്നു. അത് ഉണ്ടാക്കുന്ന വിധം അതെങ്ങനെയാണ് എന്ന് പറഞ്ഞ്, പിന്നെ ഭക്ഷണം എങ്ങനെ, എപ്പോൾ, ഏത് അവസ്ഥയിൽ നമുക്കിവിടെ കിട്ടുന്ന ഭക്ഷണം ഏത് കഴിക്കണം, ഏത് കഴിക്കണ്ട എന്നുള്ള വിവരം തന്നു. അപ്പോൾ അവിടെ ഞാൻ അവരുടെ ഈ രീതികളും അവരുടെ പ്രവർത്തന പദ്ധതികളും കണ്ടപ്പോൾ കുറച്ച് ദിവസം അവിടെ താമസിക്കണമെന്ന് തോന്നി. അവരെ കൂട്ടത്ത് അവരുടെ പണികൾ ചെയ്ത് അവരോടൊപ്പം ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഞാനും അവരിലൊരാളായി ജീവിക്കുമ്പോൾ എനിക്ക് അവിടെ വിചിത്രമായി തോന്നിയ അവരുടെ ഒരു കാര്യം, സന്തോഷകരമായി തോന്നിയ കാര്യം, അവരുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന സംഗതി. ആണായാലും പെണ്ണായാലും പരസ്പരം വിവാഹം ചെയ്തു കൊടുക്കുന്ന
ഒരു സമ്പ്രദായമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഏത് വീട്ടിലെ പെൺകുട്ടിയെയാണോ ഒരു പുരുഷന് വിവാഹം കഴിക്കേണ്ടത്, ആ പുരുഷൻ സ്വവീടിൽ നിന്നും ഇറങ്ങി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് താമസിക്കണം. വിവാഹം കഴിഞ്ഞ ശേഷമല്ല, വിവാഹത്തിന് മുമ്പ്. താമസിച്ച ശേഷം 1-2 ദിവസം, ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ താമസിച്ചാൽ പോരാ. കുറഞ്ഞത് 5-6 മാസമെങ്കിലും താമസിക്കണം. വെറുതെ വന്ന് സുഖമായിട്ട് ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി താമസിക്കണം, അതല്ല. അവരെന്ത് പണിയാണോ അവിടെ ചെയ്യുന്നത്, ചിലർക്ക് കാർഷിക പണിയായിരിക്കാം, ചിലർക്ക് കന്നുകാലി വളർത്തായിരിക്കാം. ആ കുടുംബത്തോടൊപ്പം നിന്ന് കന്നുകാലി വളർത്താണെങ്കിൽ രാവിലെ എണീക്കണം, കന്നുകാലികളെ എല്ലാം അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കാൻ വിറക് വെട്ടിക്കൊടുക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൽ ഉണ്ടാകേണ്ട ആ കുടുംബത്തിലേക്ക് വേണ്ടി അയാൾ പണിയെടുക്കണം. മാസങ്ങൾ കഴിയുമ്പോൾ ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുമല്ലോ, ആശയപരമായിട്ടായിരുന്നാലും അല്ലാതെ. അപ്പോൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും സഹവർത്തിത്തോടു കൂടി, അതായത് നമ്മൾ സഹോദരങ്ങൾ, അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് അയാളും ആ പെൺകുട്ടിയും ആ വീട്ടിൽ താമസിക്കുക. ഭാര്യാഭർത്താക്കന്മാർ അങ്ങനെയല്ല. അപ്പോൾ അവർ ഒരുമിച്ചായിരിക്കാൻ ചിലപ്പം ഈ ചാണകം കഴുകുന്നതും ഇതെല്ലാ സംഗതികളും വീട്ടിൽ ജോലി. അപ്പോൾ ആ സ്ത്രീക്കും പുരുഷനും പിൽക്കാല ജീവിതത്തിൽ ജീവിതകാലം മുഴുക്കെയും ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാകും എന്ന് തോന്നിയ ആ പെൺകുട്ടി വീട്ടിലെ അച്ഛനമ്മമാരോട് പറയും, സഹോദരങ്ങളോട് പറയും, കുഴപ്പമില്ല, നമ്മൾ കല്യാണം കഴിക്കും. എന്നിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കുടുംബത്തിൽ ഒരാൾ പോകുന്നു, ഒരു പുരുഷൻ പോകുന്നു, ചെന്ന് പെൺവീട്ടിൽ താമസിക്കുന്നു. ആദ്യ ആഴ്ചകൾ തന്നെ ചിലപ്പം പരസ്പരം അവർക്ക് ഇഷ്ടപ്പെടായിക വരാം. ഇയാളുടെ ഈ പ്രവൃത്തി ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാതെ വരാം. അയാൾ വിവാഹത്തിന് മുമ്പ് സഹോദരനെ പോലെ, അച്ഛനെ പോലെ, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളുടെ മനോഭാവത്തോടെ അല്ലാതെ വേറൊരു രീതിയിൽ ഒരു സംഗതി ഉണ്ടാവുകയാണ് എങ്കിൽ ആ പെൺകുട്ടി ആ പുരുഷനെ അംഗീകരിക്കില്ല, ആദരിക്കില്ല. അപ്പോൾ തന്നെ ക്ലേശാവും. അതുപോലെ തന്നെ അയാൾക്കും പെൺകുട്ടിയെ മനസ്സിലാക്കാം, ഈ പെൺകുട്ടി തനിക്ക് പറ്റിയതല്ല, ഈ വീട്, ഈ കുടുംബം എനിക്ക് പറ്റിയതല്ല എന്ന് അയാൾക്കും തോന്നിയാൽ അയാളും പോകും. അപ്പോൾ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഈ ഒരു സംവിധാനം എന്ത് മനോഹരമാണ് അവരുടെ സിസ്റ്റം എന്നൊക്കെ. നമുക്കാണെങ്കിലോ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് മുതൽ ആദ്യമാണ് വിദ്യാഭ്യാസം കൊടുക്കണം. അവൾക്ക് വേണ്ടി പിന്നെ സമ്പത്തുകൾ കൂട്ടിവെച്ച് ഏവൻ്റെ കൂട്ടത്തെങ്കിലും ഈ സമ്പത്തും കൊടുത്ത് ഈ പെൺകുട്ടിയെയും പറഞ്ഞയച്ചിട്ട് അവൻ വശം കെട്ടവനാണെങ്കിൽ തീർന്നു. നമുക്കും ആധുനിക മനുഷ്യനെന്ന് അഭിമാനിക്കുന്ന പൊട്ടത്തരം നിറഞ്ഞ നമുക്കും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വരേണ്ടിയിരിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും വന്നില്ലെങ്കിലും വരും തലമുറകൾക്കെങ്കിലും വരേണ്ടിയിരിക്കുന്നു. പെണ്ണ് കാണാൻ പോകുന്നത് പോലെ തന്നെ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ആണ് കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പെണ്ണ് കാണാനല്ല പോകേണ്ടത്, പെണ്ണിനെ കാണാൻ അല്ല പോകേണ്ടത്. ആണിനെ കാണാൻ ആൺ വീട്ടിലേക്ക് പെണ്ണാണ് പോകേണ്ടത്. കാരണം മിക്കവാറും ആൺ വീട്ടിലായിരിക്കണമല്ലോ പെണ്ണ് കെട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ സ്ത്രീ വരേണ്ട വീട്ടിലെ അംഗങ്ങൾ ആരാണ്, അവരുടെ ചുറ്റുപാടുകൾ എന്താണ്, അവരുടെ വീടെന്താണ്, അവരുടെ വീട്ടുകാരെന്താണെന്ന് വ്യക്തമായി ഈ പെൺകുട്ടി മനസ്സിലാക്കിയിരിക്കണം. ആണിനെ മാത്രം കണ്ടാൽ പോരാ, ആണിൻ്റെ വിദ്യാഭ്യാസം മാത്രം കണ്ടാൽ പോരാ. കാരണം അതുവരെയും ചില സാഹചര്യങ്ങൾ വളർന്നു വന്ന, അച്ഛനമ്മമാരുടെ കീഴിൽ ചില സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക്
ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് അവൾ ആദ്യമായിട്ട് കാണുക 10-15 കന്നുകാലികൾ, മറ്റ് സംഗതികൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കപ്പെടുക്ക ജോലികൾ. ഇവൾക്കിത് ശീലമല്ലായിരിക്കാം. എല്ലാവർക്കും ശീലം ഉണ്ടാവണമെന്ന് നിർബന്ധമല്ല. പൊല്ലെ ആ ജീവിതം ദുരിതത്തിലേക്ക് മടങ്ങുകയായി. അത് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല. കന്നുകാലികളൊക്കെ ഉണ്ട് വീട്ടിൽ, എപ്പോഴും ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതേപോലുള്ള മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ ബുദ്ധിമുട്ട് അവർക്ക് ബുദ്ധിമുട്ടായി തോന്നാറില്ല. തിരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും തോന്നും. എന്ന് പറഞ്ഞതുപോലെ വീട്ടിൽ ആണിനെ കാണാൻ ചെല്ലുമ്പോൾ ആണിനെ മാത്രമല്ല അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വീട്ടിലെ അവൻ്റെ ആ വീട്ടിൽ താമസിക്കുന്ന ബന്ധുക്കൾ ആരൊക്കെ എന്നറിഞ്ഞിരിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ വീട് ആ പരിസരവും ഒക്കെ കാണുക. ഇങ്ങനെ സംതൃപ്തമായിട്ട്, അത് വശക്കേടാണെങ്കിൽ അപ്പം നമുക്ക് കല്യാണം കഴിഞ്ഞ് പിരിയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്തരം ചിട്ടവട്ടങ്ങൾ വരുത്തി ഏകദേശ പൂർണ്ണ ബോധ്യമെങ്കിലും വരുത്തിയിട്ട് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വീട്ടുകാരെയും പരിചയപ്പെട്ട് അവരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഒരു 6 മാസമെങ്കിലും അവിടെ ചെന്ന് താമസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊന്നും സാധ്യമായ കാര്യമല്ല. ആ ആൺ വീട്ടുകാരുമായിട്ടും അവരുടെ അച്ഛനമ്മമാരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടോ ഒക്കെ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെയും ചെന്ന് കാണണ്ടല്ലോ, നമുക്ക് ഫോൺ ചെയ്യാമല്ലോ വല്ലപ്പോഴും. അപ്പോൾ അവരുടെ മനോഭാവം എന്താണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരെങ്ങനെ ഏത് മനോഭാവത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് 6 മാസം കൊണ്ട് ഒരല്പം വെളിവുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ചെന്ന് താമസിക്കാൻ കഴിയുന്ന വീടായിരിക്കും അത്. അത് ആ പെൺകുട്ടിയാണ് മനസ്സിലാക്കേണ്ടത്, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അല്ല. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനേ കഴിയും. പുരുഷൻ ജോലിക്ക് പോവുകയും പുരുഷന് മാത്രം വരുമാനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, പണ്ട് കാലത്ത് അവർക്ക് തൊഴിലുണ്ടാവില്ല. അപ്പോൾ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി മറ്റൊരാളുടെ കൈ പിടിച്ച് സംരക്ഷിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് സമ്പത്ത് കൊടുക്കാറുണ്ട്. അതിന് കാരണം ആ പുരുഷനാണ് ഈ സ്ത്രീയെ ഇനി ജീവിതകാലം മുഴുക്കെയും സംരക്ഷിക്കേണ്ടത് ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾക്കുള്ള സമ്പത്ത്, സ്വത്തായാലും സ്വർണ്ണമായാലും പണമായാലും അങ്ങനെ കൊടുക്കാറുണ്ട്. ആ സമ്പ്രദായം ഇപ്പോഴും അനുവർത്തിച്ച് വരുന്നുമുണ്ട്. പക്ഷെ ഇപ്പോഴ് ആ സ്ത്രീധനം എന്ന സമ്പ്രദായത്തിന് അർത്ഥമില്ല. കാരണം പുരുഷനോടൊപ്പം തന്നെ പണി ചെയ്യാനും വിദ്യാഭ്യാസം നേടാനും വരുമാനമുണ്ടാക്കാനും ഇന്നത്തെ ആധുനിക സ്ത്രീക്കാകും. ഏത് മേഖലകളിലും പ്ലെയിനോട്ടിക്കുന്ന സംവിധാനത്തിൽ വരെ. അപ്പോൾ ഒരു പിതാവും മാതാവും തങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ സമ്പത്തും സ്വർണവും ധനവുമല്ല കൊടുക്കേണ്ടത്, അവൾക്കാവശ്യമായ വരുമാനം ഉണ്ടാക്കേണ്ട, അവനെ പോലെ തന്നെ കർമ്മം ചെയ്ത് വരുമാനം ഉണ്ടാക്കേണ്ട പണി സ്വായത്തമാക്കിയിട്ട് അതിനുള്ള അറിവ് സ്വായത്തമാക്കിയിട്ട് ആയിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത്. അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് മാത്രമാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ദയവ് ചെയ്ത് സമ്പത്തുണ്ടാക്കി കൊടുത്ത് അവരെ നശിപ്പിക്കരുത്. അവരെ സമ്പത്തുണ്ടാക്കാൻ, അവരെ ജീവിക്കാൻ ആവശ്യമായ വരുമാനം അവർക്ക് തന്നെ ഉണ്ടാക്കാനുള്ള വഴി, വിദ്യാഭ്യാസം അവർക്ക് പകർന്നു നൽകുക എന്നത് മാത്രമാണ് കരണീയം. അവരെ പറക്കാൻ വിട്ടിട്ട് നിങ്ങളും പറന്നോളൂ, നിങ്ങളും ജീവിതം ആസ്വദിച്ചോളൂ. ഇന്ന് മാതാപിതാക്കളെല്ലാം കേരളീയ സമൂഹത്തിൽ 90% ഉരുകിത്തീരുന്നവരാണ് മക്കൾക്ക് വേണ്ടി. അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കണം, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. കല്യാണം കഴിച്ചു കൊടുത്താൽ വീണ്ടും പുലിവാലുകൾ അവരുടെ പുറകെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പുറകെ പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്കെന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വന്നാലും അവർക്ക് തന്നെ പരിഹരിക്കാനുള്ള കഴിവും കരുത്തും അവർക്കുണ്ടാകണം. ആ മട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തുക.
ചെറുപ്പകാലം മുതൽ ജീവിക്കാൻ പ്രാപ്തമായ വിദ്യാഭ്യാസവും സംഗതികളും കൊടുത്ത് അവരെ നിങ്ങളുടെ കൂട്ടത്ത് നിൽക്കാതെ ആകാശങ്ങളിലേക്ക് പറത്തിവിട്ട ശേഷം അവർ നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചെത്തണമെന്നും വയസ്സുകാലത്ത് നിങ്ങളെ അങ്ങ് സംരക്ഷിച്ചോളണമെന്ന ഒരു അതിമോഹം കൂടെ നിങ്ങൾ കരുതാതിരിക്കുക. അവർ അവരുടെ അനന്തവിഹായസിൽ അവരുടെ ജീവിതത്തിലേക്ക് അവർ അങ്ങ് പൊക്കോട്ടെ, അതിൽ സന്തോഷിക്കുക. നിങ്ങളുടെ അവസാന കാലത്ത് നിങ്ങളുടെ കൂട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്ത് വന്ന് താമസിക്കണം, എനിക്ക് താങ്ങും തണലുമാകണം. വേണ്ട, ആര് വന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല, പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ വഴി തേടും. ഈ ആറ്റിറ്റ്യൂഡും ഈ മനോഭാവം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലും എപ്പോഴും എല്ലാ നിമിഷവും സന്തോഷം അനുഭവിക്കാൻ കഴിയും. അതൊരു ജീവിതത്തിലെ പരമമായ ആനന്ദമായിരിക്കുകയും ചെയ്യും. നമുക്ക് വളരെ നിറഞ്ഞ ചിരിയോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ഈ ജീവിതയാത്ര എന്ന പാഠപുസ്തകം അവസാനിപ്പിച്ച് വച്ചിട്ട് പോകാനും കഴിയും. നന്ദി, നമസ്കാരം.